ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 8-ന് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 9-ന് പ്രഖ്യാപിക്കും. അതേസമയം ഉഷ്ണതരംഗം മുൻനിർത്തി വിദ്യാലയങ്ങൾക്കും സമയക്രമം ബാധകമെന്നും ശിവൻകുട്ടി പറഞ്ഞു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വിവരങ്ങൾ. രജനി, മുൻവർഷത്തെ അപേക്ഷിച്ച് തവണ 11 ദിവസം നേരത്തെയാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. SSLC ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനങ്ങൾ മെയ് മാസം 8, 9 തീയതികളിലാണ് നടക്കുക. SSLCക്ക് പരീക്ഷ എഴുതിയത് ആകെ 4,27,105 വിദ്യാർത്ഥികളാണ്. ഇതിൽ 2,17,525 ആൺകുട്ടികളും 2,09,580 പെൺകുട്ടികളും ആണ് പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തൊട്ടാകെ 70 ക്യാമ്പുകളിലായി 10,863 അധ്യാപകരാണ് മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തത്. ഏപ്രിൽ 3 മുതൽ 20 വരെയാണ് ഇത്തരത്തിൽ ഈ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. ഹയർ സെക്കൻഡറിയിലേക്ക് വരികയാണെങ്കിൽ ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനമാണ് 9-ാം തീയതി നടക്കുന്നത്. മെയ് മാസം 9-ാം തീയതി നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് മെയ് 25-നാണ് പ്രഖ്യാപനം നടന്നതെങ്കിൽ അതിനേക്കാൾ നേരത്തെയാണ്, കുറച്ച് ദിവസം കൂടി നേരത്തെയാണ് ഈ ഫലപ്രഖ്യാപനം ഇത്തവണ ഉണ്ടാകുന്നത്. ഹയർ സെക്കൻഡറിയിൽ ആകെ 4,41,120 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 2,23,736 ആൺകുട്ടികളും 2,17,384 പെൺകുട്ടികളും ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ പരീക്ഷ എഴുതിയത്. മാത്രമല്ല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് വരികയാണെങ്കിൽ അത് റെഗുലർ വിഭാഗത്തിൽ 7,798 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. അതുപോലെ തന്നെ പ്രൈവറ്റായി വിഭാഗത്തിൽ 1,502 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത്. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10 ദിവസം മുൻപെയാണ് ഈ ഫലപ്രഖ്യാപനം വന്നതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം നടന്നു വരികയാണെന്നും മന്ത്രി അറിയിക്കുകയും ചെയ്തു. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ വിദ്യാലയങ്ങൾക്കുള്ളൊരു നിയന്ത്രണമാണ്. ഈ ഉഷ്ണതരംഗം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കുറച്ചുകൂടി വിദ്യാലയങ്ങൾക്ക് ബാധകമാണെന്ന് അറിയിച്ചിരുന്നു. നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നെങ്കിൽ പോലും അത് ട്യൂഷൻ സെന്ററുകൾക്ക് ഇല്ലായിരുന്നെങ്കിൽ ആ ട്യൂഷൻ സെന്ററുകൾ കൂടി ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, ഉഷ്ണതരംഗം സംബന്ധിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ട്യൂഷൻ സെന്ററുകൾക്ക് കൂടി ബാധകമാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. രജനി. ശരി പ്രശാന്ത്.